Hi all, a warm welcome to ONE's KTU question paper solution program. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 2021 ഡിസംബറിലെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന പേപ്പറിൻ്റെ മൊഡ്യൂൾ 4 ആണ് ആൻസർ ചെയ്യുന്നത്. നമുക്കതിൻ്റെ സിലബസിലേക്ക് പോകാം. മൊഡ്യൂൾ 4ൻ്റെ സിലബസ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽസ് ഉണ്ട്. നെക്സ്റ്റ് കോണ്ടൂർ ഇൻ്റഗ്രൽസ്. മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഇൻ്റഗ്രൽസ് ആണ്, ലൈൻ ഇൻ്റഗ്രൽസും കോണ്ടൂർ ഇൻ്റഗ്രൽസും. അതിൽ കോണ്ടൂർ ഇൻ്റഗ്രൽസ് നമ്മൾ 3 റിസൾട്ട്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 3 റിസൾട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോഷീസ് തിയറം, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ആൻഡ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്. അപ്പം കോഷീസ് തിയറം, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ആൻഡ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന റിസൾട്ട്സ്. പിന്നെ കൂടാതെ 2 സീരീസ് എക്സ്പാൻഷൻസ് ഉണ്ട്, ടൈലർ സീരീസ് എക്സ്പാൻഷനും മക്ലോറിൻ സീരീസ് എക്സ്പാൻഷനും. ഇതാണ് ഈ മോഡ്യൂളിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ 7 മാർക്സിന് എപ്പോഴും ലൈൻ ഇൻ്റഗ്രലിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഇതിൽ നിന്നുണ്ടാകും, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ് നിന്നുണ്ടാകും, പിന്നെ ഒരു ടൈലർ സീരീസ് ഉണ്ടാകും. See, we know all paper contains 2 parts, part A and part B. Part A contains 2 questions from each module. So from module 4 there are 2 questions in the question paper, and the 2 questions in 2021 are: one, evaluate integral over C e raised to z by z minus 5 dz, where C is the circle, mod z equal to 4. Second question is based on Taylor series. Okay, the answer ചെയ്യാം. അതിൽ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് 5 ഡി ഇസഡ് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് കോണ്ടൂർ ഇൻ്റഗ്രലിൽ നിന്നാണ്. സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവാണ്. അപ്പം നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഈ സർക്കിളിൽ കൂടിയാണ്. മോഡ് ഇസഡ് ഈക്വൽ ടു 4. മോഡ് ഇസഡ് ഈക്വൽ ടു 4 മീൻസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 4 യൂണിറ്റ്സ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഈ ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിൻറ്റ്സ് are obtained by solving denominator equal to 0. അപ്പോൾ സിംഗുലർ പോയിന്റ് ഇസഡ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ സിംഗുലർ പോയിന്റ് ഇസഡ് ഈക്വൽ ടു 5. അത് തന്നിരിക്കുന്ന സിയുടെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കുക. സി ഈസ് എ സർക്കിൾ വിത്ത് റേഡിയസ് 4, സോ 5 ഈസ് ക്ലിയർലി ഔട്ട്സൈഡ് ഓഫ് സി. അപ്പം നമുക്ക് ഇതിനൊരു സിംഗുലർ പോയിന്റ് ഉണ്ട്, സിംഗുലർ പോയിന്റ് പുറത്താണ്. നമ്മുടെ കോഷീസ് തിയറം പറയുന്നത് സിക്ക് ഉള്ളിൽ, സി എന്ന് പറഞ്ഞ ക്ലോസ്ഡ് കർവിനുള്ളിൽ സിംഗുലാരിറ്റീസ് ഒന്നുമില്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസ് ഡി ഇസഡ് ഈക്വൽ ടു 0. ഇതാണ് കോഷീസ് തിയറം. അപ്പോൾ കോഷീസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസ് ഡി ഇസഡ് ഈസ് 0 ഇഫ് നോ സിംഗുലർ പോയിന്റ്സ് ഓഫ് എഫ് വിത്തിൻ സി. അപ്പം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസ് ഡി ഇസഡ് 0 ആണ് ഇഫ് ഓൾ ദ സിംഗുലർ പോയിന്റ്സ് ആർ ഔട്ട്സൈഡ് ഓഫ് സി ഓർ ഇഫ് ദർ ഈസ് നോ സിംഗുലർ പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലർ പോയിന്റ്സ് ഒന്നും സിയുടെ ഉള്ളിൽ വരരുത്. അപ്പോൾ ഇവിടെ ഒരു സിംഗുലർ പോയിന്റ് ഉണ്ട്, അത് പുറത്താണ്. അപ്പം നമ്മുടെ സിക്കുള്ളിൽ സിംഗുലർ പോയിന്റ്സ് ഒന്നും ഇല്ല. സോ വി ക്യാൻ അപ്ലൈ കോഷീസ് തിയറം. സോ ബൈ കോഷീസ് തിയറം, ഇഫ് യു ക്യാൻ അപ്ലൈ കോഷീസ് തിയറം ഇൻ എനി ഇന്റഗ്രൽ ദെൻ ആൻസർ ഈസ് ഓൾവേസ് 0. സോ ബൈ കോഷീസ് തിയറം ഇറ്റ്സ് ആൻസർ ഈസ് 0. നമ്മുടെ ഇതിൻ്റെ ആൻസർ 0 ആണ്. എക്സാമിന് സ്റ്റെപ്സ് എഴുതുമ്പം consider the function e raised to z by z minus 5. Its singular point is 5. Clearly it is outside of C. That is, there is no singular point within C. So you keep in your mind the result applied for answering this question is Cauchy's theorem. So you write Cauchy's theorem. Cauchy's theorem just 3 എഴുതിയാൽ മതി. Integral over C f is d is equal to 0. But let f is equal to e raised to z by z minus 5. By Cauchy's theorem this equal to 0. So integral over C e raised to z by z minus 5 d z equal to 0. Next question. Next, e raised to z ന്റെ ടൈലർ സീരീസ് about z equal to pi ആണ് ആൻസർ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ 2 മെത്തേഡിൽ ആൻസർ ചെയ്യാം. ഞാൻ ഡയറക്റ്റ് മെത്തേഡിൽ ആൻസർ ചെയ്യാം. നമുക്കൊരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട് ടൈലർ സീരീസിന്. ടൈലർ സീരീസ് ഓഫ് എഫ് ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ ഇതാണ്. എഫ് ഇസഡ് ഈക്വൽ ടു എഫ് എ പ്ലസ് എഫ് ഡാഷ് എ ഇൻറ്റു ഇസഡ് മൈനസ് എ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എഫ് ടു ഡാഷ് എ ഇൻറ്റു ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് ടൈലർ സീരീസിൻ്റെ എക്സ്പാൻഷൻ. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ എഫ് എ എഫ് ഡാഷ് എ എഫ് ടു ഡാഷ് എ ഒക്കെ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ.
അപ്പം നമുക്ക് ഇവിടെ എഫ് ഇസഡ് ഏതാണ്? എഫ് ഇസഡ് ഈസ് ഇ റേസ് ടു ഇസഡ് ആൻഡ് ദ പോയിന്റ് എ ഈസ് പൈ. അപ്പോൾ ഡെറിവേറ്റീവ്സ് എഫ് ഡാഷ് ഇസഡ്, നമുക്ക് എഫ് ഡാഷ് എ വേണം, എഫ് ടു ഡാഷ് എ വേണം. സി ഇ റേസ് ടു ഇസഡിൻ്റെ ഡെറിവേറ്റീവിന് ചേഞ്ച് ഒന്നുമില്ല, ഇറ്റ് ഈസ് എവരിവെയർ ഇ റേസ് ടു ഇസഡ്. നെക്സ്റ്റ് ടു ഫൈൻഡ് എഫ് ഓഫ് പൈ, എ ഈസ് പൈ, അപ്പോൾ എഫ് ഓഫ് പൈ ഇ റേസ് ടു പൈ, എഫ് ഡാഷ് പൈ again e raised to pi, f2 dash pi again e raised to pi. You put all these in this equation, so we have f z equal to നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഇ റേസ് ടു പൈ ആണ്, പ്ലസ് ഇ റേസ് ടു പൈ ഇൻറ്റു ഇസഡ് മൈനസ് പൈ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഇ റേസ് ടു പൈ ഇൻറ്റു ഇസഡ് മൈനസ് പൈ ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. സി ദിസ് ഈസ് ദി ആൻസർ. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇ റേസ് ടു പൈ കോമൺ എടുക്കാം, നോട്ട് നെസസറി. ഇ റേസ് ടു പൈ ഇൻറ്റു 1 പ്ലസ് ഇസഡ് മൈനസ് പൈ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് z minus pi the whole square by 2 factorial plus etc. ഇനി another method, ഈ ടൈലർ സീരീസിൽ നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. ടൈലർ സീരീസ് ഓഫ് എഫ് ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു എ മീൻസ് യു എക്സ്പ്രസ് എഫ് ഇസഡ് in the form of an infinite series containing positive powers of z minus a. അപ്പോൾ ഇതാണ് ടൈലർ സീരീസിൻ്റെ ബേസിക് ഐഡിയ. അപ്പോൾ നമുക്ക് എഫ് ഇസഡിനെ ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് എഴുതണം. അത് എന്തിൻ്റെ പവേഴ്സ് ആണെന്ന് വെച്ചാൽ ഇവിടുത്തെ പോയിന്റ് എ നോക്കുക, ഇസഡ് മൈനസ് എയുടെ പോസിറ്റീവ് പവേഴ്സ് ആയിട്ട് എടുക്കുക. അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടൈലർ സീരീസ് ആയിരിക്കും. നമുക്ക് ഈ ക്വസ്റ്റ്യനെ നോക്കിയിട്ട് ശരിക്കും ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എക്സ്പ്രസ് ഇ റൈസ് ടു ഇസഡ് ഇൻ പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് മൈനസ് പൈ. ഇ റൈസ് ടു ഇസഡിനെ ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് എഴുതണം. ആ ഇൻഫിനിറ്റ് സീരീസിൽ ഇസഡ് മൈനസ് പൈയുടെ പോസിറ്റീവ് പവേഴ്സ് ആണ് വരേണ്ടത്, നെഗറ്റീവ് പവേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ ഇതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്താൽ മതി, അത് നമ്മുടെ റിക്വയർഡ് ആൻസറാണ്. നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസർ നോക്കിയേ. ഫൈനൽ ആൻസറിൽ ഇ റൈസ് ടു ഇസഡ് ദിസ് ഇസ് ആൻ ഇൻഫിനിറ്റ് സീരീസ് കണ്ടൈനിങ് പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് മൈനസ് പൈ. ഇതുപോലെ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഫോമുല ഒന്നും ഇല്ലാതെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ എഫ് ഇസഡ് എന്ന് പറയുന്നത് ഇ റൈസ് ടു ഇസഡ് ആണ്. ഈ ഇ റൈസ് ടു ഇസഡിനെ അറ്റ് ഇസഡ് ഈക്വൽ ടു പൈയിലാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് വി ഹാവ് ടു എക്സ്പ്രസ് ഇ റൈസ് ടു ഇസഡ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇൻഫിനിറ്റ് സീരീസ് കണ്ടൈനിങ് പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് മൈനസ് പൈ. അങ്ങനെ ആൻസർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഇൻഫിനിറ്റ് സീരീസ് ആക്കുന്നത് ഇ റൈസ് ടു ഇസഡ് ആണ്. ഇ റൈസ് ടു ഇസഡിൻ്റെ ഇൻഫിനിറ്റ് സീരീസ് എക്സ്പാൻഷൻ 1 പ്ലസ് ഇസഡ് പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. ബേസിക് ആയിട്ട് ഈ റിസൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതാണ് ഇൻഫിനിറ്റ് സീരീസ് എക്സ്പാൻഷൻ. നമുക്ക് ഇസഡ് മൈനസ് പൈ വേണം. അപ്പോൾ ഒരു മൈനസ് പൈ സബ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യാം, ഇതൊന്നിച്ച് കൺസിഡർ ചെയ്യാം. ഇതിനെ നമുക്ക് ഇ റൈസ് ടു പൈ ഇൻറ്റു ഇ റൈസ് ടു ഇസഡ് മൈനസ് പൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇ റൈസ് ടു പൈ ഇൻറ്റു ഇ റൈസ് ടു ഇസഡ് മൈനസ് പൈക്ക് ഈ എക്സ്പാൻഷൻ കൊടുക്കുക. 1 പ്ലസ് ഇസഡ് മാറ്റി ഇസഡ് പൈ ആക്കുക. അപ്പോൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുക. See, this is an infinite series in the form of positive powers of z minus pi. That is the required Taylor series expansion of e raised to z at z equal to pi. ഏത് രീതി ആൻസർ ചെയ്താലും we will get 3 marks. ഇനി നെക്സ്റ്റ് പാർട്ട് ബി. പാർട്ട് ബിയിലെ 4 ക്വസ്റ്റ്യൻസും ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ സിലബസിൽ 2 ടൈപ്പ് ഇൻ്റഗ്രേഷനാണ്, ലൈൻ ഇൻ്റഗ്രലും നമ്മുടെ കോണ്ടൂർ ഇൻ്റഗ്രൽസും. ഈ ക്വസ്റ്റ്യനിൽ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവാലുവേഷനാണ്, ഇവാലുവേഷൻ അലോങ് ദീസ് 2 കർവ്സ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇത് ലൈൻ ഇൻ്റഗ്രൽ വേണോ കോഷീസ് ഇൻ്റഗ്രൽ വേണോ എന്ന് നമ്മളത് ആലോചിക്കേണ്ടതുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഈ മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷന് 0 എന്ന് പറഞ്ഞ ഒരു സിംഗുലർ പോയിന്റ് ആണ്. ഈ സിംഗുലർ പോയിന്റ് ഇസഡിനുള്ളിൽ നമ്മുടെ സിയുടെ ഉള്ളിലാണ്. സിയുടെ ഉള്ളിൽ സിംഗുലർ പോയിന്റ് വരികയാണെങ്കിൽ നമുക്ക് 2 റിസൾട്ടാണ്, കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയും കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല ഫോർ ഡെറിവേറ്റീവ് ആണ്. കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല. അപ്പോൾ ഇവിടുത്തെ ഈ സിംഗുലർ പോയിന്റ് ഇസഡ് നോട്ട് ഇൻസൈഡ് ആണ്. അപ്പോൾ പക്ഷെ നമുക്ക് ഇതുപോലെ ഒരു എക്സ്പ്രഷനുമായിട്ട് അത് കമ്പയർ ചെയ്ത് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ്റഗ്രൽ ഫോമുല ഫോർ ഡെറിവേറ്റീവ് ഇതാണ്. ഇവിടെയും ഈ ഡിനോമിനേറ്റർ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈസ് ദ സിംഗുലർ പോയിന്റ് വിതിൻ സി. അപ്പോൾ ഇവിടെയും ഈ ഫോമാറ്റിലോട്ട് അത് റെഡ്യൂസ് ചെയ്ത് നമുക്കിത്
ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ സിംഗുലർ പോയിന്റ് 0 ആണ്, ആ 0 ഡിനോമിനേറ്ററിലില്ല. സോ വി കനോട്ട് കമ്പയർ ദിസ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഓർ ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്. സോ വി കനോട്ട് അപ്ലൈ ദീസ് റിസൾട്ട്സ്. അപ്പോൾ സോ വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ഓൺലി ബൈ ലൈൻ ഇൻ്റഗ്രൽ. പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താലേ ഇതിൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി മോഡ് ഇസഡ് സ്ക്വയർ ഡി ഇസഡ്. സി ഈസ് ദി സർക്കിൾ മോഡ് ഇസഡ് ഈക്വൽ ടു 2. അപ്പോൾ ഇത് ലൈൻ ഇൻ്റഗ്രലാണ്. ലൈൻ ഇൻ്റഗ്രലിലെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ലൈൻ ഇൻ്റഗ്രൽ നമുക്കിവിടെ ഒരു സിംഗിൾ ഇൻ്റഗ്രലേ ഉള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ആ വേരിയബിളിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതാണ് മെത്തേഡ്. അപ്പം നമുക്ക് നമ്മുടെ സർക്കിൾ മോഡ് ഇസഡ് ഈക്വൽ ടു 2 ഓൺ ദ സർക്കിൾ. ഈ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ ഇതാണ്. മോഡ് ഇസഡ് ഈക്വൽ ടു ആർ ആണെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഇതാണ്. ഇസഡ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ. ഡി ഇസഡ് എത്ര വരും? ആർ ഐ ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. നമ്മൾ ആർ എന്ന് പറഞ്ഞ റേഡിയസ് ഒരു ഫിക്സ്ഡ് ആണ്. പിന്നെ ഇവിടെ തീറ്റയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഐ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഇത് ബേസിക് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇനി ഇത് വെച്ചിട്ട് ഞാനിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കർവ് മോഡ് ഇസഡ് ഈക്വൽ ടു 2. സോ വാട്ട് ഈസ് ഇസഡ്? 2 ഇ റൈസ് ടു ഐ തീറ്റ. ഡി ഇസഡ് 2 ഐ ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. സി ഓൺ ദ സർക്കിൾ തീറ്റ വേരീസ് ഫ്രം 0 to 2π. അപ്പോൾ ഈ സർക്കിളിൽ തീറ്റ എന്ന് പറയുന്നത് 0 to 2π ആണ് അതിൻ്റെ വേരിയേഷൻ. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കുന്നു: ഇന്റഗ്രൽ ഓവർ സി മോഡ് ഇസഡ് സ്ക്വയർ ഡി ഇസഡ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ. വട്ട് ഈസ് മോഡ് ഇസഡ് സ്ക്വയർ? മോഡ് ഇസഡ് 2 ആണ്. മോഡ് ഇസഡ് സ്ക്വയർ 4. വട്ട് ഈസ് ഡി ഇസഡ്? ഇൻറ്റു 2i ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. നൗ ഇന്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. തീറ്റ വേരീസ് ഫ്രം 0 to 2π. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് നമ്മുടെ സാധാരണ +2 സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആണ്. ഇവിടുത്തെ കോൺസ്റ്റൻസ് 8i. യു ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. 0 to 2π ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. അപ്പോൾ ഈ 8i ഇൻറ്റു ഇറ്റ്സ് ഇൻ്റഗ്രൽ ഈസ് ഇ റൈസ് ടു ഐ തീറ്റ ബൈ ഐ ഫ്രം 0 to 2π. ദാറ്റ് ഈസ് 8i by i e raised to I theta from 0 to 2π. 0 to 2π. That is 8 into e raised to I 2π minus e raised to 0. e raised to 0 ഒന്നാണ്. 8 into e raised to I 2π. What is e raised to I theta? Cos theta plus I sin theta. So e raised to I 2π is cos 2π plus I sin 2π എന്ന് വരും. കോസ് 2π 1 ആണ്, സൈൻ 2π 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 ആണ്. സോ 1 മൈനസ് ഇ റൈസ് ടു 0 ഇറ്റ് ഈസ് 1. സോ ആൻസർ ഈസ് 0. വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ: ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഡി ഇസഡ് where c is mod z equal to 4. ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഈ കോഷീസ് ഇൻ്റഗ്രൽ ഇവിടെ ശരിക്കും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിങ്ങനെ കൃത്യമായിട്ട് എടുത്ത് പറയാറില്ല. അപ്പം നമ്മളത് നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് നിങ്ങളത് ആൻസർ ചെയ്യുക. അപ്പോൾ ഇവിടെ കോഷീസ് ഡയറക്റ്റ് ഇൻ്റഗ്രൽ ഫോർമുല അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇത് ഇവാലുവേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സ്ക്വയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ, പവർ വന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ് ആണ്, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പവർ ഇല്ല എങ്കിൽ സാധാരണ ഇൻ്റഗ്രൽ ഫോർമുല. ഇത് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു n+1 ഡി ഇസഡ് ഈസ് 2πi by n ഫാക്ടോറിയൽ എഫ് എന്ത് ഡെറിവേറ്റീവ് അറ്റ് ഇസഡ് നോട്ട്. ഇസഡ് നോട്ട് ഇസ് എ പോയിന്റ് വിത്തിൻ സി. നമ്മുടെ പ്രോബ്ലത്തിൽ ഈ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഇൻസൈഡ് സിംഗുലർ പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സി ദിസ് ഈസ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഈ ഇൻ്റഗ്രൽ ഫോർമുലയിൽ ഇവിടെ പവർ 1 ആണ്. അപ്പോൾ ഇവിടെ പവർ 2 ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്. ഈ ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ആൻസർ ഇതാണ് ആൻസർ. അപ്പോൾ ഈ ആൻസർ എഴുതണമെങ്കിൽ നമുക്ക് ഇസഡ് നോട്ട് സെലക്ട് ചെയ്യണം, എൻ സെലക്ട് ചെയ്യണം, എഫ് ഇസഡ് സെലക്ട് ചെയ്യണം. ഇത് ഇത്രയും പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് ചോദിച്ചാൽ, യു കൺസിഡർ ദിസ് ഫംഗ്ഷൻ. ഇനി അതിൻ്റെ സിംഗുലർ പോയിന്റ് പറയുക. ക്ലിയർലി ഇറ്റ് സിംഗുലർ പോയിന്റ് ഈസ് 3. അത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് നോക്കുക.
See, the circle is center 0, radius 4. Clearly it is inside of C. അപ്പോൾ അത്രയും കോമൺ, അത്രയും എഴുതി വെക്കുക. See, this is inside singular point. അപ്പോൾ ഇൻസൈഡിൽ സിംഗുലർ പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോഷീസ് റിസൾട്ട് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ പവർ വന്നതുകൊണ്ട് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. അപ്പോൾ അടുത്ത് എഴുതുക കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്. അതെന്താണെന്ന് ഈ റിസൾട്ട് എഴുതുക. റിസൾട്ട് എഴുതണം. റിസൾട്ടിന് മാർക്കുണ്ട്. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ട് Z0 വെന്നും എഫിസഡും സെലക്ട് ചെയ്യാം. Z0 ഈസ് ഓൾവേസ് ദി ഇൻസൈഡ് സിംഗുലർ പോയിന്റ്. നമുക്ക് ഒരു സിംഗുലർ പോയിന്റേ ഉള്ളൂ. ഇതാണ് ഇൻസൈഡ് സിംഗുലർ പോയിന്റ്. അത് Z0 ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ Z0 3. n എത്രയാണ്? ഇവിടെ n+1. അപ്പോൾ ഈ 2വിനെ നമുക്ക് 1+1 എന്ന് എഴുതാം. n is 1. ദെൻ വെട്ട് ഈസ് എഫിസഡ്? ഫോർമുലയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതൊഴിച്ച് ബാക്കി പാർട്ടാണ് എഫിസഡ്. ദാറ്റ് ഈസ് Z² + 2. അപ്പം സോ ബൈ ഫോർമുല ദിസ് ആൻസർ ഈസ് 2πi/1 ഫാക്ടോറിയൽ f dash Z0 is 3. ഇത് കണ്ടുപിടിച്ചാൽ മതി. സി വാട്ട് ഈസ് എഫിസഡ്? എഫിസഡ് Z² + 2 ആണ്. സോ വാട്ട് ഈസ് ഇറ്റ്സ് ഡെറിവേറ്റീവ്? ഇറ്റ് ഈസ് 2z. സോ f'3 ഈസ് യു പുട്ട് z = 3, that is 6. but 2πi into 6, that is 12i/. See, this is the answer. The next question. Next question, again a question from Cauchy's integral formula. നമുക്ക് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓവർ C e⁻z/z−1 into z−4dz. ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആ ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് അതിൻ്റെ സിംഗുലർ പോയിന്റ്സ് നോട്ടീസ് ചെയ്യുക, അല്ലെ ഇൻസൈഡ് സിംഗുലർ പോയിന്റ്സിനെ കൺസിഡർ ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സിംഗുലർ പോയിന്റ്സ് 1ഉം 4ഉം ആണ്. നമ്മുടെ തന്നിരിക്കുന്ന സർക്കിള് മോഡ് z = 2, സെന്റർ 0, റേഡിയസ് 2. അപ്പോൾ 4 ഔട്ട്സൈഡ് ആണ്, ഈ 1 മാത്രമേ ഉള്ളൂ ഇൻസൈഡ്. 4 ഈസ് ഔട്ട്സൈഡ്. നമ്മുടെ ഇൻസൈഡ് സിംഗുലർ പോയിന്റ് ആണ് Z0. ഇവിടെ പവർ ഒന്നുമില്ല. അപ്പം നമുക്ക് പവർ 1 ആണ്. പവർ ഇല്ലാത്തത് കൊണ്ട് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇൻസൈഡ് ക്ലിയർലി 1 ഈസ് ദ ഓൺലി സിംഗുലർ പോയിന്റ് വിത്തിൻ C ആൻഡ് 4 ഈസ് ഔട്ട്സൈഡ് ഓഫ് C. So we have to notice that the formula applied for this integration is Cauchy's integral formula. You write Cauchy's integral formula is this one. ഇത്ര എഴുതിയാൽ മതി. ഇത് എഴുതണ്ട, ഇവിടം വരെ എഴുതുക. ഇത് എഴുതിയിട്ട് ഇപ്പോൾ ഈ ഫോർമുലയിൽ നമ്മുടെ ആൻസർ ഇതാണ്. സോ വി ഹാവ് ടു ചൂസ്. ഇതിൽ എന്തൊക്കെ അറിയണം? Z0 അറിയണം, എഫിസഡ് അറിയണം. Z0 എന്ന് പറയുന്നത് ഇൻസൈഡ് സിംഗുലർ പോയിന്റ്, അതാണ്ട് ഈ 1 ആണ്. Z0 1. അപ്പോൾ ഇത് Z-Z0 ആകും. നമ്മുടെ ഫോർമുലയിൽ Z-Z0 ഒഴിച്ച് ബാക്കിയെല്ലാം എഫിസഡ് ആണ്. സോ വാട്ട് ഈസ് അവർ എഫിസഡ്? എഫിസഡ് ഈസ് e⁻z/z−4. ഇതാണ് നമ്മുടെ എഫിസഡ്. അപ്പം ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇറ്റ്സ് ആൻസർ ഈസ് 2πi f(1). So fz is e⁻z/z−1. So what is f(1)? f(1), you replace z by 1. So e/1 - 4, that is e/-3. But 2πi into -e/3. So answer is -2πi e/3. This is the answer. Next question. Evaluate this integral. നമ്മുടെ ഇന്റഗ്രൽ 3z² + 7z/z+1. വേർ C എന്ന് പറയുന്നത് നമുക്ക് ആദ്യം C മോഡ് z = 1.5 കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഇവിടെ പവർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചാൻസ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയ്ക്കാണ്. നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിന്റ് ഏതാണ്? -1. ഇത് സർക്കിളിൻ്റെ ഇൻസൈഡോ ഔട്ട്സൈഡോ? ഇറ്റ് ഈസ് ക്ലിയർലി ഇൻസൈഡ്. സർക്കിളിൻ്റെ റേഡിയസ് 1.5 ആണ്. അപ്പോൾ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ -1 ഇൻസൈഡ്. അപ്പോൾ ഇത് ഇൻസൈഡ് ആണ്. വേറെ ഒരു മെത്തേഡും കൂടി ഉണ്ട് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഈ മോഡുലസ് ഇസഡിൽ ഇസഡിന് -1 കൊടുക്കാം. ഇതിന്റെ മോഡുലസ് എത്ര വരും? 1. ഈ മോഡുലസ് റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുക മീൻസ് ലെസ് ആണോ ഗ്രേറ്റർ ആണോ എന്ന് എഴുതുക. ഇത് ലെസ് ആണ്. ലെസ് ആണെങ്കിൽ ഇത് ഇൻസൈഡ് ആണ്. ദിസ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എനി സർക്കിൾസ്. രണ്ട് മെത്തേഡ് ചെയ്യാം. ഒരു ജോമെട്രിക്കൽ വിഷ്വലൈസേഷൻ നടത്തിയിട്ടും പറയാം, ഇങ്ങനെ ഓൾജിബ്രിക് കാൽക്കുലേഷൻസ് നടത്തിയിട്ടും ഇൻസൈഡ് ഔട്ട്സൈഡ് തീരുമാനിക്കാം. അപ്പം നമ്മൾ ഈ കൺസിഡർ ചെയ്ത ഫംഗ്ഷന് ഒരു സിംഗുലർ പോയിന്റ് ഉണ്ട്. ആ സിംഗുലർ പോയിന്റ് കർവിൻ്റെ ഇൻസൈഡ് ആണ്.
സിംഗുലർ പോയിന്റ് ഇൻസൈഡിൽ വന്നു കഴിഞ്ഞാൽ അത് ഇസഡ് നോട്ട് ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പം നമ്മുടെ -1 ഏതാണ്? ഇസഡ് നോട്ട് ആയിട്ട് ചൂസ് ചെയ്യണം. ഇവിടെ പവർ 1 അപ്പോൾ ഈ ഫോമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല എഴുതിയിട്ട് ഈ റിസൾട്ട് കൊടുക്കുക. അപ്പോൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് FZ വേണം, ഇസഡ് നോട്ട് വേണം. ഇസഡ് നോട്ട് -1 അത് ഫിക്സ് ചെയ്തു. അതായത് ഈ ഡിനോമിനേറ്റർ ഇസഡ് -1 ആണ്. അപ്പോൾ ഈ -1 ഇസഡ് നോട്ട് ആകുമ്പോൾ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഫോമാറ്റ് ആയി. ഇത് ഒഴിച്ച് ബാക്കിയെല്ലാം കൂടി FZ. സോ FZ എത്രയാ? 3Z² + 7Z. അപ്പോൾ ഈ ഫോമുലയിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ആൻസർ 2πi f(-1). ദാറ്റ് ഈസ് 2πi f(-1) പ്ലേസ് ചെയ്യണം. FZ 3Z² + 7Z. ഇപ്പോൾ f(-1) you replace Z by -1, 3 - 7 that is -4. So -4. So -14i². ഇതാണ് ആൻസർ. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാം. സെക്കൻഡ് പാർട്ട് യു ഇവാലുവേറ്റ് ദിസ് ഇൻ്റഗ്രൽ അലോങ് ദിസ് കർവ്. ഇതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്. നമുക്ക് ഇത് C ആണെന്ന് കൊടുക്കാം. CB ദി കർവ് mod Z + I = 1. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു 3Z² + 7Z by Z - 1. ഇപ്പോൾ Z+1. അപ്പോൾ ഇവിടുത്തെ സിംഗുലർ പോയിന്റ് ഏതാ? -1. ഈ -1 സർക്കിളിൻ്റെ ഇൻസൈഡോ ഔട്ട്സൈഡോ? അപ്പം നമ്മുടെ സർക്കിൾ ഇതാണ്. mod Z + I = 1. അപ്പം -1 ഇൻസൈഡ് ഔട്ട്സൈഡ് നോക്കാൻ ലെഫ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന്റെ മോഡുലസ് എത്രയാ? √1 പ്ലസ് √(-1)ന്റെ സ്ക്വയർ പ്ലസ് 1² ദാറ്റ് ഈസ് √2. √2 1നേക്കാൾ കൂടുതലാണ്. സോ ഇറ്റ് ഈസ് ഔട്ട്സൈഡ്. അതല്ല എങ്കിൽ ദിസ് ഈസ് ദ സർക്കിൾ വിത്ത് സെന്റർ -i. സെന്റർ -i ആണ്. റേഡിയസ് 1 യൂണിറ്റ്. അപ്പോൾ റേഡിയസ് 1 യൂണിറ്റ് ഉള്ള സെന്റർ ഈസ് -i. സെന്റർ -i. അപ്പോൾ റേഡിയസ് 1 യൂണിറ്റ് ഉള്ള ഈ സർക്കിളാണ് നമ്മുടെ സർക്കിൾ. അപ്പം -1 താണ്ട് ഇവിടെയാണ്. ഇറ്റ് ഈസ് ക്ലിയർലി ഔട്ട്സൈഡ്. രണ്ട് രീതിയിലും ചെക്ക് ചെയ്യാം. ഇതാണ് ബെറ്റർ മെത്തേഡ്. -1 ഔട്ട്സൈഡ്. അപ്പം നമ്മുടെ ഈ ഫംഗ്ഷന് -1 എന്ന് പറഞ്ഞ ഒരു സിംഗുലർ പോയിന്റ് ഉണ്ട്. അത് ഔട്ട്സൈഡ് ആണ്. അതായത് സിക്കകത്ത് നമുക്ക് ഈ ഫംഗ്ഷൻ ആകെ ഈ ഒരു സിംഗുലർ പോയിന്റ് ഉള്ളത് പുറത്താണ്. സിക്ക് ഉള്ളിൽ ഒരു സിംഗുലർ പോയിന്റും ഇല്ല. അപ്പം നമ്മുടെ തന്നിരിക്കുന്ന കർവിനുള്ളിൽ സിംഗുലർ പോയിന്റ്സ് ഒന്നുമില്ലെങ്കിൽ ഇൻ സച്ച് പ്രോബ്ലംസ് വി ക്യാൻ അപ്ലൈ ദ റിസൾട്ട് കോഷീസ് തിയറം. ബൈ കോഷീസ് തിയറം ഇറ്റ്സ് ആൻസർ ഈസ് ഓൾവേസ് 0. അപ്പം ഹിയർ യു ക്യാൻ അപ്ലൈ കോഷീസ് തിയറം. അപ്പോൾ ഇത് ഏത് റിസൾട്ട് അപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ ആദ്യമേ അത് മനസ്സിൽ കൊണ്ടുവരണം. എന്നിട്ടാണ് അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടെക്നിക്സ് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്റ്റെപ്സ് എഴുതുകയാണെങ്കിൽ കൺസിഡർ ദിസ് ഫംഗ്ഷൻ. ക്ലിയർലി ഇറ്റ് സിംഗുലർ പോയിന്റ് ഈസ് -1. ക്ലിയർലി ഇറ്റ്സ് ലൈറ്റ്സ് ഔട്ട്സൈഡ് ഓഫ് C. ദാറ്റ് ഈസ് ദർ ഈസ് നോ സിംഗുലർ പോയിന്റ് വിത്തിൻ C. സോ വി ക്യാൻ അപ്ലൈ കോഷീസ് തിയറം. എന്നിട്ട് കോഷീസ് തിയറത്തിന്റെ ഈ റിസൾട്ട് എഴുതാം. വി ഹാവ് ഇന്റഗ്രൽ ഓവർ C FZ dZ = 0. ലെറ്റ് FZ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ FZ വേണം. ലെറ്റ് FZ = 3Z² + Z by Z+1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇന്റഗ്രൽ ഓവർ C FZ dZ 0 അല്ലേ? ദാറ്റ് ഈസ് 3Z² + 7Z by Z+1 dZ = 0. നമുക്ക് അതിൻ്റെ ആൻസർ 0 ആണ്. ശരിക്കും ഈ മോഡ്യൂളിലെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ വളരെ എളുപ്പമുള്ള ടോപ്പിക്സ് ആണ്. കാരണം അതായത് ഇഫ് യു സ്റ്റഡി ഇൻ ദ പ്രോപ്പർ വേ യു ക്യാൻ ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻസ് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് യു ക്യാൻ സ്കോർ എ മാക്സിമം മാർക്സ് ഫ്രം ദിസ് സെക്ഷൻ. പക്ഷേ അത് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. അപ്പം നമ്മൾ മോഡ്യൂൾ 4 കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ മോഡ്യൂൾ 5 ആൻസർ ചെയ്യും. താങ്ക് യു ഓൾ.